ഇവിടെ ഇപ്പോൾ രാത്രി 8 മണി, പക്ഷേ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. നന്നായി നല്ല വെളിച്ചമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മറ്റൊരു യാത്ര പുറപ്പെടാണ്. അപ്പോൾ പോകുന്നത് ഐസ്ലൻഡിലോട്ടാണ്. ഐസ്ലൻഡിലെ ഒരു 10 days ഒരു ഗോൾഡൻ റൗണ്ട് ട്രിപ്പ് ഗോൾഡൻ റിംഗ് റോഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മളെ കൂടെ നമ്മൾ പോളൻ മൂസ സാറൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ 10 days റോഡ് ട്രിപ്സിലാണ് നമ്മൾ പോകുന്നത്. 2 വണ്ടി എടുത്തിട്ടാണ് ഞങ്ങൾ. ഏകദേശം 5 ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉള്ളത് ബാഴ്സലോണ എയർപോർട്ട്. ഓൾമോസ്റ്റ് ഒരു 4000 kilometer റൗണ്ട് ചെയ്തിട്ടുള്ള 10 days ട്രിപ്പാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് വഴിയെ കാണാം. ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. ബാഴ്സലോണയുടെ ഒരു കൗണ്ടർ ഉണ്ട്, അവിടെ നമുക്ക് ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. കഴിഞ്ഞു, നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ഐസ്ലൻഡിൻ്റെ ക്യാപിറ്റൽ റിജാവിക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ വിസ റിലീസിൻ്റെ ഫ്ലൈറ്റാണ് കാണുന്നത്. വിസ ആക്ച്വലി ഇപ്പോൾ UAE സർവീസ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ യൂറോപ്പ് സെക്ടറിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് റയൻ എയർലൈൻസ് അതുപോലത്തെ ചീപ്പറ്റ് എയർലൈൻസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഐസ്ലൻഡിൽ എത്തിയിട്ടുണ്ട്. ഐസ്ലൻഡ് ക്യാപിറ്റൽ റെയ്ക്യാവിക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ സമയം 6:20 ഇന്ത്യൻ സമയം. ഇന്ത്യയുടെക്കായും ഒരു 5.5 മണിക്കൂർ ബാക്കിലാണ് ഇവരുടെ സമയം വരുന്നത്. GMT 0 ആണ് വരുന്നത്. ഐസ്ലൻഡ് ഒരുപാട് ഫ്ലൈറ്റുകളുണ്ട്. നമ്മൾ വന്നതും ഐസ്ലൻഡ് എയറിലാണ്. നമ്മളിത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കെഫ്ലാവിക് എയർപോർട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. കെഫ്ലാവിക് എയർപോർട്ടിൽ നിന്ന് റെയ്ക്യാവിക്കിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ഒരു 30 minutes ഉണ്ട് ട്രാവലിങ്. കുറച്ച് ഓടാനുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത കാർ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ രാത്രി 8 മണിയായിട്ടോ. ഇതാക്കണ്ടോ, ഇവിടെ ഇപ്പോൾ രാത്രി 8 മണി, പക്ഷേ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. നന്നായി നല്ല വെളിച്ചമുണ്ട്. ഹായ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ഐസ്ലൻഡ് ക്യാപിറ്റൽ റെയ്ക്യാവിക്കിലുള്ളത്. റെയ്ക്യാവിക്കിൽ ഞങ്ങൾ ഫസ്റ്റ് ഗ്ലേസിയർ കാണാൻ പോകും. ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ ഏകദേശം അവർക്കൊരു 100 kilometer ഓടണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ് റെയ്ക്യാവിക് എഡിഷൻ എന്നുള്ള ഹോട്ടലിൽ താമസിച്ചിരുന്നായിരുന്നു. ഇതിൽ ബാക്ക് സൈഡിലൊക്കെ വാട്ടർ ഫ്രണ്ടാണ്. ഇവിടെ കുറേ ചെറിയ കപ്പലുകളും നേവിയുടെ ബോട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. നമ്മൾ ഫസ്റ്റ് സ്പോട്ടായ ഗ്ലേസിയർ ജിയോതെർമൽ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് കുറച്ച് നടക്കാണ്ട്, മുകളിൽ നടക്കണം. അപ്പോൾ നമുക്ക് അവിടെ പോയാൽ കാണാൻ പറ്റും. വെള്ളം തിളച്ച് മാറുന്നുണ്ടോ. നമ്മൾ നെക്സ്റ്റ് ഗുഫോസ് വാട്ടർഫോൾസിൽ എത്തിയിട്ടുണ്ട്.